ബി ജെ പി എ ഡി എം കെയുമായിട്ട് കൂട്ടുകൂടാൻ അണ്ണാമലൈ എതിരായിരുന്നു. ഡി എം കെയും വിജയും തമ്മിൽ പലതവണ പല സ്ഥലത്ത് വാക്പോരൊക്കെ നടന്നിട്ടുണ്ട്. അതിഭയങ്കര ശത്രുക്കളാണ് അവർ. അപ്പോൾ അവരുടെ വോട്ട് വിജയ് ഒരു പോർഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എ ഡി എം കെ ബി ജെ പിക്ക് വളരെ സ്മൂത്തായിട്ട് തമിഴ്നാട്ടിൽ ജയിക്കാൻ പറ്റും. അരിത്തമെറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കെമിസ്ട്രി വരികയാണെങ്കിൽ മമതാ ബാനർജി ചിലപ്പോൾ സ്വീപ്പ് ചെയ്ത് തോറ്റുപോയി എന്ന് വരും. പോളിങ്ങിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്ന CCTV എപ്പോഴെങ്കിലും 1 മിനിറ്റിലധികം സ്വിച്ച് ഓഫ് ആകുകയാണെങ്കിൽ ആ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് ക്യാൻസൽ ചെയ്യും, റീപോളിംഗ് നടത്തും അവിടെ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇന്ന് നടക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം, ഒപ്പം തന്നെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുകയാണ്. ഇത് രണ്ടും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. BJP എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി ഈ 2 സംസ്ഥാനങ്ങളിലേക്കും ശക്തമായ കടന്നുകയറ്റത്തിന് ശ്രമം നടത്തുന്നു. ബംഗാളിൽ അത് ബലാബല പോരാട്ടത്തിലേക്ക് പോകുന്നു. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുവാൻ അത്ര എളുപ്പം സാധിക്കുമെന്ന് തോന്നുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്ന നിരീക്ഷണവും വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാം നമുക്ക് 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് സാധ്യതകളൊപ്പം തന്നെ അവിടെ BJPക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന്. നമ്മളൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, തമിഴ്നാട് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം. അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം വളരെ ആഴത്തിൽ വേരോടിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടേക്ക് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഇപ്പോൾ നടത്താൻ സാധിക്കുന്നുമില്ല. ആ സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ കാണുന്നത്? അവിടെ BJP ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച്. തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുമെങ്കിലും ആ രാഷ്ട്രീയത്തിൻ്റെ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഒരുപക്ഷെ അണ്ണാദുരൈയുടെ കാലത്ത് അല്ലെങ്കിൽ ഒരല്പം കരുണാനിധിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ദ്രാവിഡവും അണ്ണാങ്കട്ടയും ഒന്നുമല്ല, ശുദ്ധമായ ഒരു റീജിയണൽ പാർട്ടിയായിട്ട് ഈ DMK ADMK മാറി. അത് ADMK അങ്ങനെ മാറരുത് എന്ന് MG രാമചന്ദ്രൻ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIADMK എന്നാക്കി മാറ്റിയത്. കറക്റ്റ്, അതെ. പക്ഷേ അതൊക്കെ അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമായിട്ട് നിന്നു. തമിഴ്നാടിന് പുറത്ത് ഇവർക്ക് യാതൊരു സ്വാധീനവുമില്ല. കേരളത്തിൽ 1-2 സീറ്റുകളിലൊക്കെ അവർ മത്സരിച്ച് നോക്കി, ഇപ്പോഴും മത്സരിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ ഒന്നും പച്ച പിടിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാദേശിക പാർട്ടിയാണ് DMKയും ADMKയും. ഇവർ മാറി മാറി അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നു. കോൺഗ്രസ്സിന് കാമരാജിന് ശേഷം സാമർഥ്യമുള്ള ഒരു നേതാവില്ലാതെ പോയി. കോൺഗ്രസ് തമിഴ്നാടിനെ അവഗണിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അതൊക്കെ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് കർണാടക, ആന്ധ്ര, അത്യാവശ്യം കേരളം, ഇതൊക്കെ മതി. തമിഴ്നാട് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ വിളിക്കുന്നത് വെറും ഒരു ഭംഗിവാക്കാണ്. അതിൽ ദ്രാവിഡവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, വെറും പ്രാദേശിക പാർട്ടിയാണത്. ഈ പ്രാദേശിക പാർട്ടി DMK ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ പഴയ വിഘടനവാദം പുറത്തെടുക്കുകയും അത് വെച്ച് ആൾക്കാരെ വൈകാരികമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. കുറച്ചൊക്കെ അവർ വിജയിക്കുകയും ചെയ്യും. ഏത് നമ്പറും വിജയിക്കുന്ന സ്ഥലമാണ് ഭാരതം. നിങ്ങൾക്ക് എന്ത് രീതിയിലും മതം, ജാതി, പ്രദേശം, പിന്നെ വിഘടനവാദം, നക്സലിസം, അയ്യപ്പ സേവാ സമാജം, ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റും. എന്തിനും കൂട്ടുനിൽക്കുന്ന കുറച്ച് പേര് ഭാരതത്തിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചില നമ്പറുകൾ ഇറക്കുന്നു. ബട്ട് ബേസിക്കലി സ്റ്റാലിൻ ഭരണം അഴിമതിയിൽ മുങ്ങിയതായിരുന്നു. അത് എല്ലാവർക്കും അറിയാം. സ്റ്റാലിന് അത് പ്രത്യേകിച്ച് അതിന് ഡിഫൻസൊന്നുമില്ല.
പിന്നെ ഡി എം കെക്കാരുടെ ധാർഷ്ട്യം, സ്വജനപക്ഷപാതം, ഇതൊക്കെ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഡി എം കെ സർക്കാരിൻ്റെ ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടില്ല. അവർ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി ഓർഡിനൻസ് പാസ്സായതായിട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകളുണ്ടായില്ല. എന്തായിരുന്നു ആ ഓർഡിനൻസ് എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? 12 ഓർഡിനൻസ് ആയിരുന്നു. അതിൽ 2 തടവിൽപ്പെട്ട ഡി എം കെക്കാരെ തുറന്നു വിടാനുള്ള ശുപാർശയാണ് ഗവർണർ മടക്കിയത്. ഗവർണർ പറഞ്ഞു ഇവർ 2ഉം 3ഉം കൊലപാതകം ചെയ്ത ആൾക്കാരാണ്. ബാക്കിയുള്ള ഒരുപാട് പേരെ പുള്ളി തുറന്നു വിടാൻ സമ്മതിച്ചു. റോഡ് തടഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വിട്ടു. പക്ഷേ ഈ ഇരട്ടക്കൊലപാതകം, ഇരട്ട ബലാത്സംഗം ചെയ്തവനൊക്കെ ഡി എം കെക്കാരനാണെന്നുള്ള കാരണം പറഞ്ഞിട്ട് ഇവനെ തുറന്നു വിടാൻ പറ്റുമോ? അങ്ങനെ 2 ശുപാർശ അദ്ദേഹം പിടിച്ചു വച്ചു. പിന്നെയുള്ള 10 ഓർഡിനൻസും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ നിയമിക്കുന്ന ഓർഡിനൻസുകളായിരുന്നു. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ അതേ കേസ് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം അത് ഗവർണർക്കുള്ളതാണെന്ന് ഗവർണർ, അല്ല മുഖ്യമന്ത്രിക്കുള്ളതാണെന്ന് മുഖ്യമന്ത്രി ഒരാളെ നിയമിക്കുന്നു, ഗവർണർ അപ്രൂവ് ചെയ്യുന്നില്ല. 10 വൈസ് ചാൻസലർമാർ സ്വന്തക്കാരെ നിയമിക്കാനുള്ളതാണ് അന്ന് ആർ.എൻ. രവി പിടിച്ചു വെച്ചതും സുപ്രീം കോടതി ജസ്റ്റിസ് പർദിവാല എന്തോ ഭരണഘടന ഇടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമങ്ങളിലെല്ലാം അപ്രൂവ് ചെയ്ത് വിട്ടത്. ഇത്ര നഗ്നമായ സ്വജനപക്ഷപാതം വേറെ ഒരു ഭരണത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഡി എം കെയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു വെറുപ്പും മടുപ്പുമുണ്ട്. ഇപ്പുറത്ത് എ ഡി എം കെ മോശക്കാരൊന്നുമല്ല, അവരും അഴിമതിയൊക്കെ ചെയ്തവരാണ് അവരധികാരത്തിലിരുന്നപ്പോൾ. പക്ഷേ അവർക്കന്ന് ഈ ഒരു ജയലളിതയുടെ തോഴി ശശികല, ഈ 2 ബിംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ എ ഡി എം കെയിലെ അഴിമതിയും കൂടെ മരിച്ചു എന്നുള്ള ഒരു ഇംപ്രഷൻ അവർ വരുത്തി. അമ്മയായിരുന്നു തെറ്റിനും ശരിക്കും ഒക്കെ ഉത്തരവാദി അമ്മയാണ്. അമ്മ ഇപ്പോൾ പോയി, പിന്നെ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. ഈ രീതിയിലാണ് എ ഡി എം കെ അവരുടെ നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോയത്. ബി ജെ പി എ ഡി എം കെയുമായിട്ട് കൂട്ടുകൂടാൻ അണ്ണാമലൈ എതിരായിരുന്നു. അണ്ണാമലൈ പറഞ്ഞു ഇവർ 2 പേരും തമ്മിലൊരു വ്യത്യാസവുമില്ല, 2 പേരും വിഘടനവാദികളാണ്, 2 പേരും അഴിമതിക്കാരാണ്. നമുക്ക് സ്വല്പം താമസിച്ചാൽ പോലും ഒരു ശുദ്ധമായ ബി ജെ പി ഭരണം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് അണ്ണാമലയുടെ വാദത്തോട് മറ്റുള്ളവർ യോജിച്ചില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നതിൽ അണ്ണാമലൈ പരാജയപ്പെട്ടു. അങ്ങനെ എ ഡി എം കെയുമായിട്ട് കൂട്ടുകൂടാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്നത്. ഇപ്പോൾ ഡി എം കെയുടെ ദേഷ്യമുള്ള ആൾക്കാർ വലിയൊരു രീതിയിൽ എ ഡി എം കെക്ക് വോട്ട് ചെയ്യുകയും ഇവർ തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. 3-4% ചിലപ്പോൾ വരും, ചിലപ്പോൾ അതുപോലും വരില്ല. അങ്ങനെയാണ്. കേരളത്തിലെ LDF UDF പോലെയൊക്കെയാണ് തമിഴ്നാട്ടിലെ ഈ കളി. അപ്പോൾ അതിൽ ബി ജെ പി കഴിഞ്ഞ തവണ 11%, 3 ഉണ്ടായിരുന്നു, 11%-ത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. 11-ൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടിയെന്ന് വരും. അവർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന നിലയിലായി ആ തിരുപ്പറക്കുன்றത്തെ വിളക്ക് കൊളുത്തുന്ന പ്രശ്നം. അതെ അതെ ശരിയാണ്. വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്, അവരത് ചെയ്തോട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും സ്റ്റാലിൻ സർക്കാർ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, പുറത്ത് പറഞ്ഞു ഹൈക്കോടതിക്ക് ഇതിലെന്താ കാര്യം, സുപ്രീം കോടതിയുടെ വിധി വരട്ടെ അപ്പം നോക്കാം എന്ന് പറഞ്ഞു. ഹൈക്കോടതി ഓഫീസർമാരെ പേരെടുത്തിട്ട് പറഞ്ഞു ഇന്ന ആൾക്കാർ ഇതിന് ഉത്തരവാദികളാണ്, ആ പറഞ്ഞ സമയത്ത് വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കൾക്ക് അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവർ കൊടുത്തില്ല. ഇവർ സുപ്രീം കോടതി വരെ പോയി തോറ്റു. പക്ഷേ അപ്പോഴേക്കും ഈ വിളക്ക് കൊളുത്തേണ്ട കാർത്തിക ദീപം എന്ന് പറയുന്ന ആ ഡേറ്റ് കഴിഞ്ഞിരുന്നു. ഡേറ്റ് കഴിഞ്ഞിട്ട് അവിടെ വിളക്ക് കൊളുത്തി. അത് വലിയ ഒരു ഇഷ്യൂ ആയി. തിരുപ്പറക്കുன்றம் ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, ഹിന്ദു DMK ഇഷ്യൂ ആയിട്ട് മാറി. മുസ്ലിങ്ങൾ സമ്മതിച്ചിരുന്നു. ഇടയ്ക്ക് ഇവർ തമ്മിൽ ഹിന്ദു വിഭാഗവും മുസ്ലിം വിഭാഗവുമായിട്ട് ചർച്ച ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഒരു കൺസെൻറ്റ് അവരുടെ എഴുതി കൊടുത്തു, വിളക്ക് കൊളുത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം,
പക്ഷേ കാർത്തിക ദിവസം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് മുസ്ലിങ്ങൾ എഴുതി കൊടുത്തു. എന്നിട്ടും DMK സർക്കാർ വിളക്ക് കൊളുത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇത് ഒരു തീർത്തും ഹിന്ദു വിരുദ്ധ നടപടിയായിട്ടാണ് പൊതുവെ കാണപ്പെട്ടത്. എന്നാൽ തമിഴ്നാട് മുഴുവൻ ആ ഒരൊറ്റ ഇഷ്യൂവിൽ DMKക്കെതിരെ തിരിയുമോ? ഇല്ല. ഇത്തരം ഇഷ്യൂസ് പ്രാദേശിക ഇഷ്യൂ ആയിട്ട് നിൽക്കും. കുറേയൊക്കെ മീഡിയയും DMKയെ സഹായിക്കും. ആൻറ്റി ഹിന്ദുവാണ് അവിടുത്തെ മീഡിയയും. കേരളത്തിലെ പോലെ തന്നെ ആൻറ്റി ഹിന്ദുവാണ് തമിഴ്നാട്ടിലെ മീഡിയ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു പാൻ തമിഴ്നാട് ഇഷ്യൂ ആയിട്ട് വലുതായി വളർന്നില്ല. പക്ഷേ അതൊരു ഇഷ്യൂ ആണ്, BJPക്ക് അനുകൂലമായ ഇഷ്യൂ ആണ്. ഇങ്ങനെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലാണ് വിജയ് പ്രത്യക്ഷപ്പെടുന്നത്. TVK എന്താ തമിഴ് വെട്രി കക്ഷിയോ അങ്ങനെ എന്തോ, TVK എന്നാണ് പേര്. അതെ, വിജയ് എന്ന സിനിമാ നടൻ. അയ്യോ, എന്തൊരു ആൾക്കൂട്ടമാണ് ആ മനുഷ്യൻ്റെ റാലിയിൽ. അതിഭീകരമായ ആൾക്കൂട്ടമാണ്. അതിൽ ചവിട്ടും കുത്തുമൊക്കെ ആയിട്ട് ആൾക്കാർ മരിച്ചിട്ട് പോലും പിന്നെ വെച്ച റാലിയിലും അതിലപ്പുറമായിരുന്നു ആൾക്കൂട്ടം. കഴിഞ്ഞ ദിവസം ഈ കന്യാകുമാരിയിൽ റോഡ് ഷോ എന്നൊക്കെ പറഞ്ഞ് നടത്തി. ഇയാൾ ഒരു സൈക്കിളിൽ, ടെമ്പോ വാനിലാണ് റോഡ് ഷോ, അതിൽ നിന്ന് ഇറങ്ങി ഒരു സൈക്കിളിൽ ചവിട്ടി ആളുകളെ അഭിവാദ്യം ചെയ്തു. അതിൽ ആവേശം കയറിയ ഒരുത്തൻ പൂ കൊണ്ടുണ്ടാക്കിയ ഒരു പന്ത് ഇയാളുടെ നേർക്ക് എറിഞ്ഞു. ഇയാളിത് ബോംബാണെന്ന് വിചാരിച്ചിട്ട് സൈക്കിൾ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി ടെമ്പോയിൽ കയറി. ആളുകൾ കൂവി വിളിച്ചു. ഇത്ര വലിയ ജനനായകൻ എന്നാണ് വിജയിയെ വിളിക്കുന്നത്. ജനനായകൻ എന്നുള്ള പേരിൽ സിനിമ ഇറക്കുകയും അത് വിവാദമാകുകയും അത് ഇതുവരെ റിലീസായിട്ടില്ല. അങ്ങനെയൊക്കെ വലിയ വിവാദ പുരുഷൻ. എന്തു വാങ്ങിക്കോട്ടെ, തമിഴ്നാട്ടിലെ പത്രക്കാർ പറയുന്നത് ഒരു 15% വോട്ട് വിജയ് പിടിക്കും എന്നാണ്. അത് പിടിക്കുന്നത് DMKയുടെ വോട്ടായിരിക്കും. കാരണം വിജയ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഈ ഹിന്ദു കൺസോളിഡേഷനെതിരാണ്, നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് DMKയുടെയും കേന്ദ്രത്തിൽ BJPയുടെയും ദുർഭരണത്തിനെതിരെയാണ് അദ്ദേഹം പോരാടുന്നതെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എടുക്കാൻ പോകുന്ന വോട്ടുകൾ DMKയുടെ ആയിരിക്കും. DMKയും വിജയും തമ്മിൽ പലതവണ പല സ്ഥലത്ത് വാക്പോരൊക്കെ നടന്നിട്ടുണ്ട്. അതിഭയങ്കര ശത്രുക്കളാണ്. അപ്പോൾ അവരുടെ വോട്ട് വിജയ് ഒരു പോർഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ADMK BJPക്ക് വളരെ സ്മൂത്തായിട്ട് തമിഴ്നാട്ടിൽ ജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. മാത്രമല്ല ഒരുപാട് ജേർണലിസ്റ്റുകൾ ഈ ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ BJP ADMK സഖ്യം, BJP ജൂനിയർ പാർട്ട്ണറാണ് അതിൽ. അതെ, ബട്ട് ആ സഖ്യമായിരിക്കും അധികാരത്തിൽ വരിക. സാർ, ഒരു സംശയം, ഈ DMK വിശ്വസിക്കുന്നത്, സ്റ്റാലിൻ ഉറക്കെ തന്നെ പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്, ADMKയുടെ വോട്ടായിരിക്കും വിജയ് പിടിക്കുക. വിജയ് ഒരു 10-15% വോട്ട് പിടിച്ചു മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നമ്പർ ഓഫ് സീറ്റുകളായി മാറും. അങ്ങനെയാണെങ്കിൽ വീണ്ടും തനിക്ക് അധികാരത്തിൽ തുടരാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 133 അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, സഖ്യത്തിന് 158. ഇക്കുറി 200-ന് മുകളിലേക്ക് പോകും എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു DMKയുടെ പോര് നയിക്കുവാൻ ഇപ്പോഴും സ്റ്റാലിൻ മാത്രമേ ഇഫക്റ്റീവായി സാധിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. മറ്റ് രണ്ടാം നിര നേതാക്കളെന്നും തന്നെ ആ ഒരു കൂട്ടത്തിൽ കാണുന്നില്ല എന്നും തോന്നുന്നു. കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. DMK നയിക്കുന്നത് സ്റ്റാലിൻ മാത്രമാണ്. സ്റ്റാലിന് വയസ്സാവുകയും ചെയ്തു. ഈ വിജയുടെ 10-1 ഊർജം സ്റ്റാലിനില്ല. മറ്റേ സ്റ്റാലിൻ്റെ ആ കാൽക്കുലേഷൻ അത് വെറുതെ ഒരു പൊങ്ങച്ചമാണ്. ഓക്കെ, ADMKയുടെ വോട്ട് വിജയ് പിടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് ആ ഗ്യാപ്പിൽ സ്റ്റാലിനങ്ങ് ജയിച്ചു കയറും എന്നുള്ളത് അവൽപ്പൊടിക്കാരൻ്റെ മോഹമാണ്. കാരണം വിജയ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJPയോ BJPയുടെ കൂട്ടാളികളെയോ ഞാൻ അംഗീകരിക്കുന്നില്ല, അവരുടെ രാഷ്ട്രീയം ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ വിജയ് മറ്റേ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കൂട്ടത്തിലാണ്. ഈ സനാതനധർമ്മത്തെ ഡെങ്കു പോലെയോ കൊറോണ പോലെയോ ഒക്കെ തീർത്ത് കളയേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് വിജയ്.
അത് വിജയ് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ വിജയിക്കായിട്ട് കൂടുന്ന ആൾക്കാരും തന്നെ ഈ പ്രോ ഹിന്ദുവോ പ്രോ നാഷണലിസ്റ്റോ അങ്ങനെ ആയിരിക്കില്ല. എല്ലാം ഡി എം കെക്കാരാണ്. ഇപ്പോൾ ഡി എം കെയുടെ വോട്ടായിരിക്കും വിജയ് എടുക്കുന്നത്. ഡി എം കെയെയും അയാൾ എതിർക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് ഡി എം കെയുടെ അഴിമതിക്കെതിരെയും അയാൾ പറയുന്നുണ്ട്. ഡി എം കെയുടെ ദുർഭരണത്തിനെതിരെ തമിഴ്നാട്ടിലും മോദിയുടെ ദുർഭരണത്തിനെതിരെ കേന്ദ്രത്തിലും അങ്ങനെ സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ TVK എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് കരുണാനിധിയുടെ വോട്ടായിരിക്കും ഇങ്ങനെ പിടിക്കുന്നത്. നമ്പർ 2, ചിലപ്പോൾ ഈ ആൾക്കൂട്ടം വോട്ടായിട്ട് മാറാതെ കാറ്റുപോയ ബലൂൺ പോലെയും ആകാം. നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമാ നടന്മാർ നടിമാരൊക്കെ MG രാമചന്ദ്രനെയും ജയലളിതയും കണ്ടിട്ട് രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് ഒന്നുമല്ലാതെ പോയിട്ടുണ്ട്. അടുത്ത കാലത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ പ്രശാന്ത് കിഷോർ അതുപോലത്തെ ഒരു ആളായിരുന്നു. സിനിമാ നടനായിരുന്നില്ല, പക്ഷെ വലിയ ബുദ്ധിജീവിയാണ്. എല്ലാവർക്കും രാഷ്ട്രീയം പറഞ്ഞു കൊടുത്ത് നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ചു, ജനതാദൾ യുവിനെ അധികാരത്തിലെത്തിച്ചു, തെലങ്കാനയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. പുള്ളി അധികാരത്തിലെത്തിക്കാത്ത ആരുമില്ല. അങ്ങനെയുള്ള ആൾ നേരിട്ട് അധികാരം പിടിക്കാൻ ഇറങ്ങി പ്രശാന്ത് കിഷോർ. വലിയ ബഹളമായിരുന്നു, വലിയ ആൾക്കൂട്ടമായിരുന്നു. മീഡിയ മൊത്തം പ്രശാന്ത് കിഷോറിൻ്റെ പുറകെ കൂടി. പ്രശാന്ത് കിഷോർ മലമറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രശാന്ത് കിഷോറിന് ഒറ്റ സീറ്റില്ല, ഒരു സീറ്റും ഇല്ല. അപ്പോൾ വിജയ്ക്കും ആ ഗതി വന്നുകൂടായില്ല. കാരണം ഈ വെറും സിനിമാ നടനാകുമ്പോൾ ആൾക്കാർ കൂടും കാണാനായിട്ട്, പക്ഷേ അവർ വോട്ട് ചെയ്യണമെന്നില്ല. കറക്റ്റ്. ഈ MG രാമചന്ദ്രൻ്റെ കാര്യം പലരും പറയാറുണ്ട്. MG രാമചന്ദ്രൻ സിനിമാ താരമായതുകൊണ്ട് രാഷ്ട്രീയ നേതാവായതല്ല വാസ്തവത്തിൽ. അത് അദ്ദേഹത്തിന് വലിയൊരു റീച്ച് നൽകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ MG രാമചന്ദ്രൻ പിളർന്ന് ADMK ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എക്സിസ്റ്റിംഗ് DK ഉണ്ടായിരുന്നല്ലോ, ദ്രാവിഡ കഴകം, അതിനകത്തെ സകല ജില്ലാ കമ്മിറ്റികളും MG രാമചന്ദ്രൻ്റെ കൂടെ ആയിരുന്നു. പിളർന്ന് പുറത്തിറങ്ങിയപ്പോൾ തമിഴ്നാട്ടിലെ സകല ജില്ലാ കമ്മിറ്റിയും ആ പാർട്ടിയുടെ MGRൻ്റെ കൂടെ പോയി. അങ്ങനെ അസാമാന്യമായ ഗ്രൗണ്ട് വർക്ക് ഓർഗനൈസേഷനിൽ നടത്തിയിട്ടാണ് MG രാമചന്ദ്രൻ പുതിയ പാർട്ടി ഉണ്ടാക്കി മാറുന്നത്. അല്ലാതെ വെറും സിനിമ കാണിച്ചിട്ടല്ല. വെറും സിനിമ കാണിച്ചിട്ട് ഇറങ്ങിയ ആളാണ് ശിവാജി ഗണേശൻ. ശിവാജി ഗണേശൻ കോൺഗ്രസ്സിൽ മത്സരിച്ചു, പച്ച പിടിച്ചില്ല. ഒരുപാട് സിനിമാ താരങ്ങൾ, സീമാൻ ഇറങ്ങി, ഇയാൾ നമ്മളുടെ കമലഹാസൻ ഇറങ്ങി, ഗതി പിടിച്ചില്ലല്ലോ. അപ്പം അതുകൊണ്ട് സിനിമ മാത്രം കാണിച്ച് തമിഴ്നാട്ടിൽ നേടുന്നൊക്കെയുള്ളത് വെറുതെ പറയുന്നതാണ്. തമിഴന്മാരെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് പറയും, ഓ സിനിമാ നടന് വോട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. വിജയകാന്ത് മാത്രമാണ് പ്രതിപക്ഷ നേതാവെങ്കിലും, പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവെങ്കിലുമായി മാറിയത്. അത് ഇപ്പം വിജയും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റാണ് വിജയ് നേടുന്നതെന്ന് വയ്ക്കുക. അതോടെ വിജയ് ഈ പണി നിർത്തി വീട്ടിൽ പോകും. അതെ, ഉറപ്പായിട്ടും. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു അല്പം വൈകിയാലും നമുക്ക് BJP ആയി തന്നെ ഒരു വളർച്ച ഇവിടെ നേടാൻ സാധിക്കും എന്ന വിശ്വാസമുണ്ടായിരുന്നു അണ്ണാമലയ്ക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ കാര്യമെടുക്കുമ്പോൾ അവിടുത്തെ, അതായത് പ്രാദേശിക പാർട്ടികളുടെ കൂട്ടുപിടിച്ച് വളർന്ന് മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്രമാണ് BJP തമിഴ്നാട്ടിലും പയറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയല്ലേ അണ്ണാമലയെ ഒന്ന് മാറ്റി നിർത്തി മറ്റൊരു സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ച് മുന്നോട്ട് പോകുന്നതും AIADMKയ്ക്ക് കൂടി അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരാളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ അണ്ണാമലയെ താൽക്കാലികമായിട്ട് മാത്രമായിരിക്കില്ലേ ഈ മാറ്റി നിർത്തിയിരിക്കുന്നത്? ഇല്ല, അണ്ണാമലയെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ആ സിറ്റുവേഷൻ കേന്ദ്ര BJPയും അണ്ണാമലയും വളരെ ഭംഗിയായിട്ട് തരണം ചെയ്തു. വാസ്തവത്തിൽ ADMKയുടെ ഡിമാൻഡായിരുന്നു അണ്ണാമലൈ തലപ്പത്തുണ്ടാവാൻ പാടില്ല. അതെ, അണ്ണാമലൈ പാർട്ടി പ്രസിഡൻ്റായാൽ BJPയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. അങ്ങനെ അണ്ണാമലയെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അപ്പോൾ അവരുടെ അടുത്ത ഈ എടപ്പാടി പഴനിസ്വാമിയും കൂട്ടരുമൊക്കെ ചെയ്യുന്ന അടുത്ത ഡിമാൻഡ് വന്നു, അണ്ണാമലൈ തെരഞ്ഞെടുപ്പിലേ മത്സരിക്കാൻ പാടില്ല. അതെ അതെ, അണ്ണാമലയ്ക്കും അണ്ണാമലയുടെ അടുപ്പക്കാർ എന്ന് തോന്നിക്കുന്നവർക്കും സീറ്റ് കൊടുക്കരുത്. അതും BJP സമ്മതിച്ചു.
ഇത് ഒരു തമിഴ്നാട്ടിൽ ഒരു വേരോട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ രണ്ടഭിപ്രായങ്ങളുണ്ടാവാം. ഡി എം കെയുമായിട്ട് കൂട്ടുകൂടി ബി ജെ പി ഭരിച്ചിട്ടുണ്ട് ഇല്ലേ? വാജ്പേയി മന്ത്രിസഭയിൽ ഡി എം കെ അംഗങ്ങളായിരുന്നു. അതെ 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 ശരിയാണ്. എ ഡി എം കെയുമായിട്ടും ബി ജെ പി കൂട്ടുകൂടിയിട്ടുണ്ട്. രണ്ടുപേരുമായിട്ടും ബി ജെ പി കൂട്ടുകൂടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല. കേന്ദ്രത്തിൽ ഒരുപക്ഷെ ഭരണം നിലനിർത്താൻ പറ്റിക്കാണ്. തമിഴ്നാട്ടിൽ ഇൻറോഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാം എന്ന് ശരി, അത് ഒരു റീഡിംഗ് ആണ്. ഇതൊക്കെ പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. അതെ അതെ. അണ്ണാമലയുടെ വിചാരം ഇതൊക്കെ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അവരുടെ മേത്തെ ചെളി നമ്മുടെ മേത്തും കൂടെ പറ്റും എന്നുള്ളതല്ലാതെ പ്രയോജനമില്ല. അതുകൊണ്ട് ഒരു 5 വർഷം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അണ്ണാമലയുടെ തിയറി. ആ തിയറി അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ പിന്നെ അണ്ണാമലയെ അവിടെ വെച്ച് വിട്ടു. പിന്നെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു, ഒഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരാണെന്ന് ചോദിച്ചാൽ അണ്ണാമലയാണ്. അതെ ശരിയാണ് ശരിയാണ്. അണ്ണാമലയുടെ റീൽസും അണ്ണാമലയുടെ ഇൻ്റർവ്യൂവും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ബി ജെ പിയും അണ്ണാമലയും ഇതിനകത്ത് ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായെങ്കിലും സാധാരണഗതിയിൽ അണ്ണാമലയുടെ സ്ഥിതിയിൽ ഒരാൾ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് പോകണം, ഇത്രയൊക്കെ അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നു. പക്ഷേ അണ്ണാമല അത് ചെയ്തില്ല. 1-2 ദിവസം ഒന്ന് മിണ്ടാതിരുന്നിട്ട് പിന്നെ അണ്ണാമല ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സജീവ രാഷ്ട്രീയത്തിൽ തന്നെ തുടരും. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ പക്ഷേ പോരാട്ടം ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2011 മുതൽ ബംഗാൾ ഭരിക്കുന്ന മമതയുടെ കാലിടറുകയാണോ ബംഗാളിൽ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ക്യാമ്പയിനിങ് കൊണ്ടുപോകുവാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. എന്ത് തോന്നുന്നു? ബംഗാളിൽ ബി ജെ പിയുടെ മുന്നേറ്റം മമതയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അത് വലിയൊരു വീഴ്ച കൂടി മമതയ്ക്ക് സമ്മാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? മമതയ്ക്ക് ഉറക്കം പണ്ടേ നഷ്ടപ്പെട്ടതാണ്. മമത പ്രസംഗിക്കുന്നത് ലിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റേജിൽ നിന്നുകൊണ്ടല്ല, സ്റ്റേജിൽ നടന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ശരിയാണ്, കറക്റ്റ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന് പ്രസംഗിക്കുന്ന ഒരുപക്ഷെ ഏക നേതാവ് ചരിത്രത്തിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നടന്നേ അവർക്ക് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു 10-35 വീതിയുള്ള സ്റ്റേജിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇടയ്ക്കൊരു മൂലയ്ക്ക് നിൽക്കും, ഇടയ്ക്കൊന്ന് നടുക്ക് നിൽക്കും. വളരെ നാടകീയമായിട്ട് ഡ്രമാറ്റിക് പേഴ്സണെ എന്ന് പറയുന്ന പോലത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് മമത. അപ്പോൾ അവരുടെ ഈ ഉറക്കമില്ലായ്മ, ഈ വെരുകിനെ പോലെയുള്ള ഈ പാച്ചിൽ, ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ഒരു പരിഭ്രമത്തെയാണ് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ശാന്തമായിട്ട് അവർക്ക് പെരുമാറാം. മമതാ ബാനർജി ചിരിക്കുന്ന ഒരു ഫോട്ടോ ലിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേഷ്യഭാവത്തിലാണ്. ത്രൂ ഔട്ട് ദേഷ്യഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അസാമാന്യമായ പിരിമുറുക്കം അവരുടെ മനസ്സിലുണ്ടെന്നാണ്. മറ്റേത് രാഷ്ട്രീയക്കാരനും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ചിരിക്കും, ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കും. മമത മറ്റുള്ളവരെ പരിഹസിക്കാറുണ്ട്, പക്ഷെ അപ്പോൾ പോലും അവർ ചിരിക്കാറില്ല. അവർക്ക് ചിരി വരുന്നില്ല. കേൾക്കുന്നവർ ചിരിക്കും, മമത ചിരിക്കില്ല. അപ്പോൾ എത്ര പിരിമുറുക്കമുള്ള ഒരു പേഴ്സണാലിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കും. 152 സീറ്റുകളാണ് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ്. മൊത്തം 292. 152, പിന്നെ അടുത്തത് 142. അപ്പോൾ 152-ൽ ബി ജെ പിക്ക് അനുകൂലമായ ധാരാളം സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ 152-ൽ 95 മറ്റോ മമതയ്ക്ക് കിട്ടി, ബി ജെ പിക്ക് 39 മറ്റോ ആയിരുന്നു. ഇത്തവണ നേരെ തിരിഞ്ഞ് ബി ജെ പിക്ക് ഒരു 100 സീറ്റ് ഈ ആദ്യഘട്ടത്തിൽ കിട്ടണം. എങ്കിലേ രണ്ടാം ഘട്ടത്തിൽ മിക്കവാറും ബി ജെ പിക്ക് സീറ്റ് കുറവായിരിക്കും. ബി ജെ പി അത്ര പോപ്പുലർ അല്ലാത്ത സീറ്റുകളാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. അതെ, ശരിയാണ്. ആദ്യഘട്ടത്തിൽ ഒരു 100-105 സീറ്റ് ബി ജെ പി 152-ൽ കിട്ടണം. എങ്കിൽ രണ്ടാം ഘട്ടവും ചേർത്തിട്ട് ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റും. അതല്ല ഒരു
60-ൽ താഴെയൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ബി ജെ പിക്ക് കിട്ടുന്നതെങ്കിൽ വലിയ പ്രയാസമാണ് ജയിക്കാൻ. ഓക്കെ. ബി ജെ പിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രയാസം മമതാ ബാനർജിക്കെതിരെ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു നിരീക്ഷണമാണ്. കേരളത്തിലും ആ പ്രശ്നമുണ്ട്. പിണറായി വിജയൻ ഒരു നേതാവാണ്, അപ്പുറത്താരാ നേതാവ്? മറുപടിയില്ല അതിന്. അത് നമുക്ക് വലിയ ന്യായവും തത്വമൊക്കെ പറയാം. എന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ സാമാജികർ കൂടിയിട്ട് അവരവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കും, അതാണ് ജനാധിപത്യം. കാര്യമൊക്കെ ശരി. പക്ഷേ പൊതുജനം നോക്കിക്കഴിയുമ്പോൾ ഇപ്പുറത്തൊരാളുണ്ട്, അപ്പുറത്ത് ആളില്ല. ഇത് ബംഗാളിൽ ബി ജെ പിക്കും ഉണ്ട്. സാർ, ഈ ബംഗാളിൽ സുവേന്ദു അധികാരി പോരാ എന്നാണോ സാറിൻ്റെ അഭിപ്രായം? കുറേ കൂടി വളരേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണോ പറയുന്നത്? പോരാ എന്ന് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ അഭിപ്രായമുണ്ട്. ഒന്നാമത് 3 നേതാക്കളുണ്ട് അവർ. സുവേന്ദു അധികാരി TMCയിൽ നിന്ന് വന്ന ആൾ, മറ്റ് 2 പേര് ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ. ഈ 3 പേർ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സുവേന്ദു അധികാരിയെ പ്രൊജക്റ്റ് ചെയ്യാൻ എന്താ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചെയ്തിട്ടില്ല. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സുവേന്ദു അധികാരിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. അതൊരു ഡിഫക്റ്റായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ട് ബംഗാളിലെ ജനങ്ങൾ അങ്ങനെ കാണണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഇത്തവണ 2.5 ലക്ഷം ആണ് കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുന്നത്. അതെ. BSFും CRPFും. അതാണ് മമതാ ബാനർജി പറയുന്നത്, കേന്ദ്രസേനയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചിട്ട് ജയിക്കാൻ മോദി നോക്കുന്നു പറഞ്ഞിട്ട്. കേന്ദ്രസേന വോട്ട് ചെയ്യുന്നുമല്ല, ബട്ട് സകല പോളിംഗ് ബൂത്തിലും അവരുടെ സാന്നിധ്യമുണ്ട്. എല്ലാം അവരുടെ മോണിറ്ററിങ്ങിലാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം സാർ, ഈ വളരെ ശക്തമായ അക്രമ സംഭവങ്ങൾ, ബൂത്ത് പിടുത്തം, ഗുണ്ട ആക്രമണം, ഇതൊക്കെ കൊണ്ട് താറുമാറാകുന്ന ഒരു പോളിംഗ് ദിനമാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുള്ളത് ബംഗാളിൽ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ പോളിംഗ് അട്ടിമറിക്കാതിരിക്കാൻ, വോട്ടിംഗ് അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് അതിനെ എനിക്ക് കാണാൻ കഴിയുന്നത്, ഈ കേന്ദ്രസേനയുടെ സാന്നിധ്യം. ഒപ്പം തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നു. ഇങ്ങനെയുള്ള കുറച്ച് വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ അവിടെ എടുത്തിട്ടുണ്ട്. അത് വളരെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. പോളിംഗ് കാരണം ജനങ്ങളുടെ ഭയം മാറ്റുവാൻ അത് സഹായിക്കുമെന്ന് തോന്നുന്നു. ലിയോ, ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? മിനിഞ്ഞാന്ന് മുതൽ പോളിംഗ് തീരുന്ന സമയം വരെ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ പില്യൻ റൈഡർ പാടില്ല എന്ന് നിരോധിച്ചു. ഒരാൾ പോയാൽ മതി മോട്ടോർ സൈക്കിളിൽ. റാലി അനുവദനീയമല്ല. ഇതിന് കാരണം മോട്ടോർ സൈക്കിളിലാണ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഇടുങ്ങിയ ഗലിയിലോ പാടവരമ്പത്തോ പാടത്തോ ഒക്കെ കൂടെ ഓടിക്കാവുന്നൊരു യന്ത്രം മോട്ടോർ സൈക്കിളാണല്ലോ. അതെ. അപ്പോൾ അതിൽ 2 പേരിരുന്നിട്ട് കയ്യിൽ ചിലപ്പോൾ വാളുണ്ടാകും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ കൊമ്പം വീശിയായിട്ട്. ഇവരാണ് ഈ ചെറിയ ഗലിയിലേക്ക് പോയിട്ട് അവിടെ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് ഒരു മുറുക്കാനുമൊക്കെ തിന്ന് അവിടെ അങ്ങ് നിൽക്കും. ഒരു പാൻ കഴിച്ചിട്ട് ഇവർ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ആരും പുറത്തിറങ്ങില്ല, വോട്ട് ചെയ്യാൻ ആരും പോകില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ശൈലി. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന് തടയിട്ട് മോട്ടോർ സൈക്കിൾ റാലി പാടില്ല, മോട്ടോർ സൈക്കിൾ ഒന്നിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനും പാടില്ല. ഇതായി. അതുകൂടാതെ പോളിങ്ങിൻ്റെ സമയത്ത്, പോളിങ്ങിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്ന CCTV എപ്പോഴെങ്കിലും 1 മിനിറ്റിലധികം സ്വിച്ച് ഓഫ് ആകുകയാണെങ്കിൽ ആ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് ക്യാൻസൽ ചെയ്യും, റീപോളിംഗ് നടത്തും അവിടെ. ഇതാണ്. ഒരു മിനിറ്റ് വരെ ക്ഷമിക്കാൻ പോട്ടെ, എന്തെങ്കിലും കറണ്ട് പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് 1 മിനിറ്റ്. 60 സെക്കൻഡിൽ കൂടുതൽ CCTV ഓഫാകുകയാണെങ്കിൽ വേറെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, അവിടെ റീപോളിംഗ് നടക്കും. ഇതും ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്കർഷയാണ്. അതുകൂടാതെ ഈ CCTVയുടെ കശയും കളിയുമാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. രാഹുൽ ഗാന്ധിയൊക്കെ ചോദിക്കുന്നത് 45 ദിവസം കഴിഞ്ഞ് CCTV നശിപ്പിക്കുന്നത്. 45 ദിവസമേ ഒരു ഇലക്ഷൻ്റെ റെക്കോർഡ് വെക്കേണ്ട കാര്യമുള്ളൂ, അതാണ് നിയമം. അല്ല, ഇത് അനാദികാലം ഇങ്ങനെ റെക്കോർഡ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്തും ആയിക്കോട്ടെ, ഈ CCTVയിൽ ഇലക്ഷൻ കമ്മീഷൻ അടുത്തൊരു റെഗുലേഷൻ കൊണ്ടുവന്നു.
നമ്മൾ വോട്ട് ചെയ്യുന്ന ബൂത്തുണ്ടല്ലോ, ആ ആ ബൂത്ത് ഒരു കാരണവശാലും CCTVയുടെ പരിധിയിൽ വരാൻ പാടില്ല. ഓക്കെ. നേരത്തെ അതൊരു ഭീഷണിയായിരുന്നു ആൾക്കാർക്ക്. കാരണം വോട്ട് ചെയ്യാനായിട്ട് പോകുന്നു, നമ്മൾ ആർക്ക് വോട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു CCTV, നമുക്കൊരു സംശയം, ഈ CCTV നമ്മൾ വോട്ട് ചെയ്യുന്നത് കാണുമോ എന്നൊരു സംശയം. അങ്ങനെ വരുമ്പോൾ സേഫ്റ്റി വിചാരിച്ചിട്ട് TMCക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വോട്ടർക്ക് സംശയം തോന്നുന്ന രീതിയിൽ ബൂത്തിനുള്ളിൽ CCTV വയ്ക്കാൻ പാടില്ല. വോട്ടർക്ക് കംപ്ലീറ്റ് കോൺഫിഡൻഷ്യലാണ് തൻ്റെ വോട്ടെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അല്ലാതെ ഒളിച്ചിരുന്ന് ആരെങ്കിലും കാണുന്നുണ്ട്, CCTV വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ വോട്ടിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഇതും ഇലക്ഷൻ കമ്മീഷൻ ഇത്രയധികം മൈന്യൂട്ടായിട്ട് പോയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ആർക്കും എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ ആൾക്കാർ വരാതിരുന്നാലും എന്ത് ചെയ്യും? വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ജോലിയാണ്. അതിലാണ് ഈ സംഘർഷമോ പ്രശ്നമോ ഒക്കെ നടക്കാൻ പോകുന്നത്. സർ, ഈ മമതയുടെ കരുത്തെന്ന് പറയുന്നത് മുസ്ലിം വോട്ട്, സ്ത്രീകൾ, ഒപ്പം തന്നെ മമത ബ്രാൻഡ് എന്നിങ്ങനെയാണ്. ഇതാണൊരു വിലയിരുത്തൽ വരുന്നത്. ഈ 3 ബ്രാൻഡുകളിലേക്ക് അല്ലെങ്കിൽ ഈ 3 കരുത്തിലേക്കും കടന്നു കയറാൻ സാധിക്കണം എതിരാളികൾക്ക്, അവരെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഈ SIR എന്നുള്ള ഒരു വിഷയം കൂടി അവിടെ നിലനിൽക്കുകയാണ്. 90 ലക്ഷം വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടത്. അതിനെതിരെ മമതയും കൂട്ടരും വളരെ ശക്തമായ രീതിയിൽ ശബ്ദിച്ചിട്ടുണ്ട്, വളരെ വലിയ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്? അത് വലുതായിട്ട് സ്വാധീനിക്കും ഞാൻ കരുതുന്നില്ല. കാരണം അത് പഴകി തേഞ്ഞു പോയൊരു ഇഷ്യൂ ആയി SIR. മാത്രമല്ല 62 ലക്ഷം വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് കളയേണ്ടതാണെന്ന് TMC തന്നെ സമ്മതിക്കുകയും ചെയ്തു. ബാക്കി ഒരു 27-28 ലക്ഷമാണ് ഡിസ്പ്യൂട്ടുള്ളത്. ആ ഡിസ്പ്യൂട്ട് തന്നെ ട്രിബ്യൂണലിന് അയക്കാൻ പറഞ്ഞു. അവരുടെ നോക്ക്, അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ ഇവരൊക്കെ ഉള്ള വോട്ടർമാരാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക ചെക്ക് SIR ചെയ്തത് ആരാ? ജഡ്ജിമാരാണ്. അതെ അതെ അതെ. ഹൈക്കോടതി ജഡ്ജി, ജില്ലാ ജഡ്ജി, സെഷൻസ് ജഡ്ജി, മജിസ്ട്രേറ്റ്, ഇവരൊക്കെ കൂടിയാണ് ഈ വോട്ടർ പട്ടിക പുതുക്കിയത്. അതല്ലേ, അല്ല വേറെ ആരെയും ഇത് ചെയ്യാൻ സമ്മതിക്കുക. എന്നിട്ട് ഇതിൽ തന്നെ ജഡ്ജിമാരെ പൂട്ടിയിട്ടു. എന്നിട്ട് അവിടെ കേന്ദ്രസേനയെ അയക്കേണ്ടി വന്നു. രാത്രി 2 മണിക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എണീറ്റ് DGPയെ വിളിച്ചു. DGP ഫോൺ എടുക്കുന്നില്ല. ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നില്ലേ കഴിഞ്ഞ മാസം? എന്തെല്ലാമാണ് ചെയ്തത്. അതുകൂടാതെ മമതയ്ക്ക് തിരിച്ചടിയായിട്ട് 2 സ്ത്രീകളുണ്ട്. ഒന്ന് RG കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ. അതെ, അവർ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഫോർമിഡബിൾ ഫോഴ്സാണ്. വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, പക്ഷേ വലിയൊരു കൊടുങ്കാറ്റാണ് അവർ സൃഷ്ടിക്കുന്നത്. വേറൊന്ന്, സന്ദേശ് ഖാലിയിലെ കൂട്ടബലാത്സംഗത്തിന് ഇരയായവരിൽ ഒരു സ്ത്രീ, അവർ ബോൾഡായിട്ട് വന്നു. അവരും BJP സ്ഥാനാർത്ഥിയാണ്. ഈ 2 അമ്മമാർ മമതാ ബാനർജിയെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അത് മമതാ ബാനർജിക്ക് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാവുന്ന ഒരു ഇഷ്യൂ അല്ല. അവർക്കതിനൊരു സമാധാനവും പറയാറില്ല. അവർ ചെയ്തത് അപരാജിത എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല്, അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് എന്ത് ചെയ്യുമെന്നാണ് ബലാത്സംഗം ഇവരെ ആക്ഷൻ എടുക്കണ്ടേ? ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ആൾ, ഞാൻ അസംബ്ലിയിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാൻ നിങ്ങളുടെ സംരക്ഷണത്തിലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ അത് മമതാ ബാനർജിക്ക് വലിയൊരു അടിയാണ്. മമതാ ബാനർജിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു അങ്ങിപ്പോൾ പറഞ്ഞ പോലെ ഒട്ടേറെ സംഭവങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അതുപോലെ ഈ സ്ത്രീകൾക്കെതിരായ അക്രമം, ഗുണ്ടായിസം, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്രസേനകളുടെ സാന്നിധ്യമുണ്ട്. അത് ജനങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം അങ്ങ് തന്നെ സൂചിപ്പിക്കുകയുണ്ട്. കാരണം ഈ അധികാരത്തിലേക്ക് തിരിച്ചെത്തും, അല്ലെങ്കിൽ അധികാരത്തിന് പിടിച്ചെടുക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ജനങ്ങൾ തീർച്ചയായും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തേക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ തൃണമൂൽ ഗുണ്ടകൾ വന്ന് എതിർപക്ഷത്തിന് വോട്ട് ചെയ്തവരെ കയ്യേറ്റം ചെയ്യുന്നൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. അത് കാലാകാലങ്ങളായി അവിടെ കാണുന്നതുമാണ്.
അപ്പോൾ ഈ ഗുണ്ടായിസത്തിൻ്റെ ഭയത്തെ അതിജീവിക്കുവാൻ കേന്ദ്രസേനയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് തോന്നുന്നു അല്ലേ സാർ? തീർച്ചയായിട്ടും സഹായിക്കും. ഈ ശരിക്കും പറഞ്ഞാലല്ലോ അരിത്തമെറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണെന്നൊക്കെ പറയാം. പക്ഷേ കെമിസ്ട്രി വരികയാണെങ്കിൽ മമതാ ബാനർജി ചിലപ്പോൾ സ്വീപ്പ് ചെയ്ത് തോറ്റുപോയി എന്ന് വരും. ത്രിപുരയിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു അട്ടിമറിയുടെ യാതൊരു ലക്ഷണവുമില്ലാതെ ജനങ്ങൾ പോയി ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന സ്വഭാവം. അവസാന നിമിഷം വരെ അവരവരുടെ മനസ്സ് വെളിപ്പെടുത്തുകയില്ല. ബട്ട് വോട്ടിങ്ങിൻ്റെ ദിവസം പോയിട്ട് മമതാ ബാനർജിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. അതാണ് കെമിസ്ട്രി. അതൊരു കൊടുങ്കാറ്റാണ്. ഇപ്പം ഈ പറഞ്ഞ 152 സീറ്റുകളിലുണ്ടല്ലോ, 1,00,000 മാർജിനിൽ ജയിച്ചവർ വരെയുണ്ട്. 16 സീറ്റുകൾ ഉണ്ട്. 50,000 മുതൽ 1,00,000 വരെ ഭൂരിപക്ഷത്തിൽ TMC ജയിച്ച സീറ്റുകൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 ഭൂരിപക്ഷം കിട്ടിയ ആളിനെ തോൽപ്പിക്കാനേ പറ്റില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെയല്ല. കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നേരെ തിരിച്ചാകും. 1,00,000 വോട്ടിന് ജയിച്ച ആൾ 1,50,000 വോട്ടിന് തോറ്റു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് ത്രിപുരയിൽ സംഭവിച്ചത്. അത് ബംഗാളിലും സംഭവിച്ചു, കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അനുകൂലമായ തരംഗം, പ്രതികൂലമായ തരംഗത്തിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. യെസ്, എന്തായാലും വളരെ ആകാംക്ഷാഭരിതമായിട്ടാണ് തോന്നുന്നു എനിക്ക് ദേശീയ നിരീക്ഷകർ ഈ ബംഗാൾ തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് തോന്നുന്നു. മമതയുടെ ഈ ആശങ്കയും മറ്റുമൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്, എല്ലാവർക്കും ബോധ്യമാവുന്ന ഒന്നാണെന്ന് തോന്നുന്നു. മമതയുടെ കോൺഫിഡൻസ് ആകെ തകർന്നിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ BJPക്ക് ബംഗാളിലെ തന്നെ കുറേയേറെ നേതാക്കളെ പ്രചാരണ രംഗത്ത് സജീവമാക്കാൻ സാധിച്ചു. അതൊന്ന്. 2, അമിത്ഷായും ടീമും ഒക്കെ തന്നെ അവിടെ ക്യാമ്പയിനിങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ക്യാമ്പയിനിങ്ങിൽ പരമാവധി മൈക്രോ ലെവലിലേക്ക് പോകുവാൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജനങ്ങളെ കുറേ കൂടിയൊക്കെ കോൺഫിഡൻസിൽ എടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒപ്പം ഈ OBC വോട്ടുകൾ കുറേയേറെ തങ്ങൾക്ക് ഉറപ്പിക്കുവാനും മമതാ ബാനർജിയുടെ ആ ഒരു ക്രീമി ലെയറിലെ വോട്ട് ബാങ്കിൽ തകർച്ച സൃഷ്ടിക്കുവാനും BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ പറയുന്നത്. അത് ശരിയാണോ സാർ? അത് ശരിയാണ്. അതിൽ ഒരു ഫാക്ടർ നമ്മുടെ ഊശാന്താടിക്കാരനാണ്. നമ്മുടെ ഹൈദരാബാദിലെ ഒവൈസി ഒരു സ്പോയിലറാണ്. ഒവൈസിയും പിന്നെ വേറൊരാൾ, അയാളുടെ പേരും എൻ്റെ നാക്കിൽ വരുന്നില്ല ഇപ്പം, ബാബറി മസ്ജിദ് ബംഗാളിൽ പണിയാൻ പോകുന്ന ഒരാൾ. അതെ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഒരു ബഹളം, അവർ രണ്ടുപേരും കൂടി ഒരു മുന്നണിയായി. പിന്നെ ഇയാളുടെ എന്തോ വീഡിയോ പുറത്തു വന്നു, ബാബറി മസ്ജിദുകാരൻ്റെ, അത് കള്ളത്തരമാണ്, ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നോ അങ്ങനെ എന്തോ വന്നു. അപ്പോൾ ഈ ഒവൈസി അയാളെ തള്ളി പറഞ്ഞു. ഏതായാലും മുസ്ലിങ്ങളുടെ ചെറിയൊരു ശതമാനം വോട്ടെങ്കിലും ഇവന്മാരൊക്കെ കൂടെ ഈ ഒവൈസിയും കൂട്ടരും ഒക്കെ കൂടെ അടിച്ചു മാറ്റും. പിന്നെ വേറൊന്ന്, ഒറിജിനലി നമ്മളുടെ 1971 യുദ്ധത്തിലും അതിനു മുമ്പ് നടന്ന ഒറിജിനൽ പാകിസ്ഥാൻ പാർട്ടീഷൻ, ആ കാലത്തുമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് പൗരത്വം കൊടുത്തില്ല. CAA വന്നപ്പോൾ അവർക്ക് പൗരത്വം കിട്ടുമെന്ന് വിചാരിച്ചു. അതും അവർക്ക് കിട്ടിയില്ല, കിട്ടി തുടങ്ങിയില്ല. മത്തുവ സമുദായം എന്ന് പറയും. ആ സമുദായം അവർക്കൊരു ആചാര്യനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമുദായത്തിന് ഇത്തവണ BJP പൗരത്വം കൊടുത്തിട്ടുണ്ട്. വോട്ടവകാശം അവർക്ക് നേരത്തെ ഉണ്ട്. അവർ തോന്നുമ്പോഴൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് അവർ പൗരത്വം ഒരു പ്രശ്നമാക്കി. അവർ പറഞ്ഞു പൗരത്വം ആര് തരുന്നോ അവർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ BJP അത് കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ അവർ സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുണ്ട്. 4-5 സീറ്റുകളിൽ അവർക്ക് നല്ല സ്വാധീനമുള്ള സീറ്റുകളാണ്. മറ്റ് സീറ്റുകളിലും അവർക്ക് ഡിസിസീവായിട്ടുള്ള പോപ്പുലേഷനുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും BJPക്ക് കിട്ടും. ഇതൊക്കെ വെച്ചിട്ടാണ് BJPക്ക് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടി സാർ. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ ഉറപ്പായിട്ടും ADMK BJP സഖ്യം അധികാരത്തിൽ വരും എന്ന് കരുതുന്നു. ബംഗാളിൽ ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു കൺഫ്യൂഷനുണ്ട്, എന്താവും എന്നുള്ള ആശങ്കയുണ്ട്.
ഒരു ചോദ്യം കൂടി ബംഗാളുമായി ബന്ധപ്പെട്ട്, അതായത് CPM അവിടെ വളരെയേറെ നാൾ ഭരിച്ച പാർട്ടി ഇപ്പോൾ അവർക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ പോലും ബുദ്ധിമുട്ട്. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് പറയുന്നത്? അവർക്ക് വീണ്ടും ഈ അക്കൗണ്ട് ബുക്കിൽ ഇടം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതേ CPM അതിന് പറ്റിയ ആൾക്കാരൊന്നുമില്ല. ഇതൊക്കെ CPMൻ്റെ ഗുണം എന്തായിരുന്നു? പണ്ടുണ്ടായിരുന്ന കൊള്ളാവുന്ന CPMകാർ, ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവർ, അവരൊക്കെ സ്വരൂപിച്ചു വെച്ച സമ്പാദ്യമാണ് പിന്നീട് വന്നവർ അടിച്ച് അങ്ങ് തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ സമ്പാദ്യം ആരെങ്കിലും തുനിഞ്ഞിറങ്ങണം, സമ്പാദ്യം ഉണ്ടാക്കണം. അതെ, തുനിഞ്ഞിറങ്ങാൻ ഇപ്പോൾ CPMന് പറ്റില്ല. CPM സുഖലോലുപന്മാരായിട്ട് മാറി. അവർക്കിപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്കൊന്നും ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. കേരളത്തിലെ CPMകാരെ നോക്കിയാൽ മതി. കേരളത്തിലെ CPM സമ്മേളനങ്ങളിൽ ഇപ്പോൾ തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നൊരു മുദ്രാവാക്യം കേൾക്കാറുണ്ടോ? അല്ലയോ? ഇല്ല. തൊഴിലാളി ഇല്ല. ഇപ്പോൾ NGO മറ്റ് വലിയ പണക്കാരൊക്കെയാണ് പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തൊഴിലാളി ഐക്യം സിന്ദാബാദ് ഇല്ല. CITU അവർക്ക് പാർട്ടിക്കകത്ത് സ്വാധീനമൊന്നുമില്ല. അവരുടെ ഒരു ഗുണ്ടാസംഘമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോകുന്നു. അതാണ് കർഷക തൊഴിലാളിയില്ല, കയർ തൊഴിലാളിയില്ല. കയറിൻ്റെ ബിസിനസ്സേ ഇല്ല. പൊള്ളാച്ചിയിൽ നിന്ന് കയർ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കയർ കമ്പനി നടത്തുന്നത്. തേങ്ങ ആണെങ്കിൽ തമിഴ്നാടും കർണാടകയും കഴിഞ്ഞ് 3-ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് ചകിരി, പൊള്ളാച്ചിയിൽ നിന്ന് ചകിരി വരണം ആലപ്പുഴയിൽ കയർ വ്യവസായം നടക്കണമെന്ന്. അപ്പോൾ കയർ തൊഴിലാളിയില്ല, കർഷക തൊഴിലാളിയില്ല, കരിങ്കൽ തൊഴിലാളിയില്ല. ഉള്ള തൊഴിലാളിയെല്ലാം ബംഗാളിയും അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിട്ട് മാറി. അവിടുത്തെ ജില്ലാ സെക്രട്ടറി അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നു. ഈ ഗതികേടാണ് CPMന് സംഭവിച്ചിരിക്കുന്നത്. അല്ല സർ, ഈ മമതാ ബാനർജിയുടെ മറ്റൊരു മോഹം ഇപ്പോൾ ഇക്കുറി അധികാരം നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുക എന്നുള്ളൊരു മോഹം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ മമതാ ബാനർജിക്ക്? രാഹുൽ ഗാന്ധിയെ മാറ്റി മോഹിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നടക്കില്ല. എന്താണെന്നറിയാമോ? ഈ മമതാ ബാനർജി ഒരു റീജിയണൽ പാർട്ടിയായിട്ട് മാറിയെന്നേ. ബംഗാളിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ TMC? ഇല്ല. ഒരു കനൽ, ഒരു തരി എന്ന് പറയുന്ന പോലെ നമ്മുടെ PV അൻവർ ഉണ്ടായിരുന്നു. അൻവർ ഇപ്പോൾ TMC എന്ന് വിട്ട് പുള്ളി സ്വന്തം പരിപാടി ഉണ്ടാക്കുന്നത്. ഇതിനെന്തെങ്കിലും ഗുണം പിടിക്കുന്നുണ്ടെങ്കിൽ അൻവർ പിരിഞ്ഞു പോകില്ലല്ലോ. അതെ, അങ്ങേര് ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ. അപ്പം മമത ശരി, ബംഗാളിൽ ഒരു അപ്രമാദിത്വമുണ്ട്. ബംഗാൾ വിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള അവസ്ഥയാണ്. ഓക്കെ. അതിപ്പോൾ കേജ്രിവാൾ തമിഴ്നാട്ടിൽ വന്നില്ലേ വോട്ട് പിടിക്കാൻ? അതെ. ആ ആളുകൾ എന്തോ കൂവോ മറ്റോ ചെയ്ത് സ്റ്റാലിൻ പറഞ്ഞു അടുത്ത വണ്ടിക്ക് ചേട്ടൻ തിരിച്ചു പോയി, വെറുതെ കച്ചറ ഉണ്ടാക്കാതെ എന്ന് പറയുന്നത്. കേജ്രിവാളിന് എന്ത് സ്വാധീനം തമിഴ്നാട്ടിൽ? അതുപോലെയാണ് മമതാ ബാനർജിയുടെ സ്വാധീനം. അതുകൊണ്ട് ഇന്ത്യ അലയൻസിൻ്റെ തലപ്പത്തൊന്നും അവർക്ക് വരാൻ പറ്റില്ല. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും തമിഴ്നാട്ടിൽ വളരെ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാനുള്ള സാഹചര്യം AIDMK BJP സഖ്യത്തിനുണ്ട് എന്നാണ് മോഹൻദാസ് സാർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബംഗാൾ കൺഫ്യൂസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആ കൺഫ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ജനങ്ങളെയും നിരീക്ഷകരെയും എത്തിക്കുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഒരേ സ്വരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ അവർ വളരെ ശക്തമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും മമതാ ബാനർജിക്ക് ഇനി വളരെ ശക്തമായ വെല്ലുവിളിയായിരിക്കും ബംഗാളിൽ വരുന്ന നാളുകളിൽ നേരിടേണ്ടി വരിക. ഈ തിരഞ്ഞെടുപ്പിൽ അതെന്താകുമെന്ന് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയും വരും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.